ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്തൊക്കെയായിരുന്നു സ്ഥിതി? എന്തായാലും മുഖ്യമന്ത്രി എന്ന നിലയിൽ ആരോപണ വിധേയരെല്ലാം സംരക്ഷിച്ച് വിലാസ നൃത്തമാടിയിരുന്ന ഉമ്മൻചാണ്ടിയെ ഓർത്താണ് നാട്ടുകാർ പിണറായി വിജയന് മാർക്കിടുന്നത്. ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഒരു മന്ത്രിയെ പിടിച്ചു മാറ്റിയല്ലോ എന്ന ആശ്വാസത്തിൽ. എന്നാൽ ഇ.പി. ജയരാജനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നതിന് മുമ്പ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ക്ലിഫ് ഹൗസിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനായിരുന്നു എന്ന ചോദ്യം വി.ഡി. സതീശൻ ഉയർത്തുന്നു. അപ്പോൾ കൂട്ടിലടച്ച തത്ത ഇപ്പോൾ ക്ലിഫ് ഹൗസിനകത്ത് പറന്നു കളിക്കുകയാണോ എന്ന ചോദ്യം. സാർ, കൂട്ടിലെ തത്ത കൂട്ടിൽ നിന്ന് പുറത്തു വന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ തത്ത ഇപ്പോഴും കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന്റെ അകത്തിങ്ങനെ പുറത്തേക്ക് പറയാൻ അതിന് പറ്റുന്നില്ല സാർ. തത്തയുടെ കാര്യം പറയുന്നത് കേട്ടു. തത്തയുടെ കാല് തല്ലി ഒടിച്ച് ചിറക് മുഴുവൻ ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് തത്തേനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കളി അത് ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങൾ തത്തയായിട്ട് നിന്നോട്ടെ എന്നാണ്. അതിന് യാതൊരു പ്രയാസവും ഇല്ല. അതിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കും. മംഗളാതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ. ഒരു തരത്തിലുള്ള പോറലും ഞങ്ങള് അത്തരം തത്തകൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ സ്വതന്ത്രമാണോ? ഹൂ ഓൺസ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ? ഉത്തരങ്ങൾ പല പെർസ്പെക്റ്റീവിൽ നിന്ന് പല വിധത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ തത്ത പറന്നു നടക്കുകയാണ് എന്ന്. എന്നാലും അങ്ങനെ പറന്നു നടക്കാൻ ചിലരൊന്നും ആ തത്തയെ അനുവദിക്കില്ല. അതുകൊണ്ടാണ് കെ.എം. മാണിയുടെ കാലത്തെ ഏതോ ഒരു ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ ഏതോ റിപ്പോർട്ട് ജേക്കബ് തോമസിനെതിരെ ഇന്നലെ എന്ന മട്ടിൽ ചിലർ പുറത്തുവിട്ടത്. ജേക്കബ് തോമസിനെതിരെ ക്രമക്കേട് എന്ന ആരോപണവും അവർ ഉയർത്തി. ഇനി ആരാണ് ഈ ക്രമക്കേട് കണ്ടുപിടിച്ചത്? അത് കെ.എം. മാണിയാണ്. ക്രമക്കേട് കണ്ടുപിടിക്കാൻ മാണിയേക്കാൾ യോഗ്യൻ ഈ നാട്ടിൽ വേറെയുണ്ടോ? അന്നേ മാണിയുടെ പക്ഷം പിടിച്ച് ഉമ്മൻചാണ്ടിയുടെ പക്ഷം പിടിച്ച് അങ്ങനെ നിന്നിരുന്നെങ്കിൽ ജേക്കബ് തോമസിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അല്ലെങ്കിലും അഴിമതിക്കെതിരെയൊക്കെ ഇങ്ങനെ അഴിമതി വിരുദ്ധ പക്ഷം പിടിച്ച് നിൽക്കേണ്ടതുണ്ടോ? സ്വജനപക്ഷപാതിയായിരുന്നാൽ പോരെ? പക്ഷം പിടിക്കേണ്ടതുണ്ട്. എന്തിൻ്റെ പക്ഷം പിടിക്കണം? ഇന്ന് രാവിലെ ഒരു ജേർണലിസ്റ്റ് എന്നെ വിളിച്ചു. ജേക്കബ് തോമസിനെതിരെ ഇന്നലെ ഏതോ കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഏതോ ആൾക്കാർ തുറമുഖ വകുപ്പിൻ്റെ ഓഫീസിൽ പോയിട്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും കണ്ടുപിടിക്കാതെ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പോയി റിപ്പോർട്ടുണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് വന്ന റിപ്പോർട്ട് എന്നുള്ള വ്യാജേന മാധ്യമധർമ്മം എന്നുള്ള പേരിൽ ചില മാധ്യമങ്ങൾ ഇന്നലെ കാണിച്ചു. അതായത് മിനിങ്ങാന്ന് വന്നതാണ്, ഉടനെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി ഉണ്ടാകും, അതായത് നാളെ ഉണ്ടാവണം ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എന്നുള്ള മട്ടിൽ കാണിച്ചു. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജേക്കബ് തോമസിനെതിരെ ഇങ്ങനെ കണ്ടു, പക്ഷേ എനിക്കൊരു പക്ഷമുണ്ട്. ജേക്കബ് തോമസ് അഴിമതിക്കെതിരെ നിൽക്കുന്നതുകൊണ്ട് ഞാനും ജേക്കബ് തോമസിൻ്റെ പക്ഷത്താണ്. അപ്പോൾ അഴിമതിക്കാർ പല നേരത്തെ റോഡ് ലെസ് ട്രാവൽ, ഈ നമ്മൾ സാധാരണ സഞ്ചരിക്കാത്ത ആരും പോകാത്ത അൺബീറ്റൻ ട്രാക്കിൽ കുറേ മുള്ളുകളുണ്ടാകും, പ്രതിബന്ധങ്ങൾ കുറേയധികം ആൾക്കാരുണ്ടാക്കും. പക്ഷേ ആ അൺബീറ്റൻ ട്രാക്കിൽ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ബീറ്റൻ ട്രാക്കിൽ കൂടെ പിന്നെ കുറേ പേര് അതിൽ നടന്ന് അവിടെ മുള്ളില്ല, കല്ലില്ല. ഇറ്റ്സ് എ വെരി സ്മൂത്ത് ട്രാക്ക്, വളരെ കംഫർട്ടബിളാണ്, സേഫാണ്. അൺബീറ്റൻ ട്രാക്കിൽ കൂടെ യാത്ര ചെയ്യുമ്പം കുറേയധികം പ്രതിബന്ധങ്ങളുണ്ടാകും. കാരണം ഇയാളെന്താ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, ഇങ്ങനെയാണോ പോകേണ്ടത്, ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടാവും. എന്നും വിജയം നിന്റേതു മാത്രമായിരിക്കുമെന്ന് കരുതരുത്. കാണാം, ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ ഏത് ചന്തയിലും വാങ്ങാൻ കിട്ടും. പക്ഷെ ഇത് വെച്ച് കളിക്കാനുള്ള കരളുറപ്പ് വാങ്ങാൻ കിട്ടില്ല. അതിന് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. ഇനിയിപ്പോൾ ജേക്കബ് തോമസിനെ പോലുള്ള തത്തകൾക്ക് ഇന്ന് സുഖമാണ്, കൂട്ടിലടക്കുന്ന പരിപാടിയേ ഇല്ല എന്ന് സമർത്ഥിച്ചാലും ഉമ്മൻചാണ്ടി എന്നൊരാൾ സഭയിൽ ഇരിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. ജേക്കബ് തോമസിനെ ശരിപ്പെടുത്തുക എന്നത് ആ സർക്കാരിൻ്റെ അജണ്ട തന്നെയായിരുന്നുവല്ലോ. പിണറായി വിജയന് അത് നല്ല ഓർമ്മയുണ്ട്. UDF ഗവൺമെൻറ് കാലത്ത് മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപിച്ച് ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ആ കാലത്ത് തെളിവില്ല
എന്നായിരുന്നു ഒരു ഭാഗത്ത് മറുപടി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇതൊക്കെ പറയുവാ. തെളിവ് കാണിക്കുമ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നായിരുന്നു സാർ മറുപടി. നിയമം എതിരാകുമ്പോഴോ കോടതിയെല്ലാം തീരുമാനിക്കട്ടെ എന്നായിരുന്നു മറുപടി. കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചാലോ ജനകീയ കോടതിയിലാണ് എനിക്ക് വിശ്വാസം എന്നായിരുന്നു നിലപാട്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ജനങ്ങളും എതിരായാലോ മനസാക്ഷിയുടെ ശക്തിയിലാണ് വിശ്വാസം. മല്ലയാ, ഞാൻ പോവേണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇത്തരത്തിലുള്ള ഒരു അഴകുഴമ്പൻ നിലപാടും LDF-നില്ല സാർ. തത്തയുടെ കാര്യമൊന്നും അതുകൊണ്ട് ഉമ്മൻചാണ്ടിയും കൂട്ടരും അധികം അങ്ങ് ആവർത്തിക്കണ്ട. മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അതൊന്നും തൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന നിലപാടാണ്. അതിൽ നിന്നെല്ലാം ഊരിപ്പോരുകയും ചെയ്യും അങ്ങനെ ചെന്നിത്തല. ഉദാഹരണത്തിന്, ഇന്ന് നിയമസഭയിൽ EP ജയരാജൻ കഴിഞ്ഞ ഭരണകാലത്ത് കിൻഫ്രയിൽ നടന്ന നിയമനം ചൂണ്ടിക്കാട്ടി. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ നിയമിച്ചവർ പലരും 10,000 രൂപ ശമ്പളവും വാങ്ങി ഒരു ദിവസം പോലും ഓഫീസിൽ പോകാതെ തട്ടിച്ച് നടക്കുകയായിരുന്നു അത്രേ. അതിലൊരാൾ ചെന്നിത്തലയുടെ ബന്ധുവുമായിരുന്നു. ഒരു ദിവസം പോലും കിംഫ്രയിൽ പോയില്ല. നിങ്ങളെ വീട്ടിലാണെന്നറിയോ? നിങ്ങളുടെ മണ്ഡലത്തിന്റെ കാര്യം നോക്കി നടക്കാനെന്നറിയോ? ഒരു ദിവസം പോലും കിംഫ്രയിൽ പോയിട്ടില്ല. ഈ നടത്തിയ നിങ്ങളാണോ ഇത് പറയുന്നത്? അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. എനിക്കെന്താ പറയുക? ഈ നാട്ടിൽ അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി കിൻഫ്രയിൽ ആളുകളെ നിയമിച്ചാൽ ഞാനെന്ത് വേണം? അതാണ് ചെന്നിത്തല. കുഞ്ഞാലിക്കുട്ടിയെ പോലും കുഴപ്പത്തിലാക്കി കളയും സ്വന്തം രക്ഷയ്ക്കായി. എന്നാൽ ചെന്നിത്തല പറയും പോലെയല്ല കാര്യങ്ങൾ. കുഞ്ഞാലിക്കുട്ടി ഒരു പാവമാണ്. ചെന്നിത്തലയുടെ ബന്ധുവിന് ജോലി കൊടുത്താലും സ്വന്തക്കാർക്കൊന്നും ജോലി കൊടുക്കുന്ന പരിപാടിയെ അദ്ദേഹത്തിനില്ല. വ്യവസായ വകുപ്പിൽ എൻ്റെ ബന്ധുക്കളെ ആരും വേറെ ഏതെങ്കിലും മന്ത്രി അല്ലല്ല പറയട്ടെ രമേശ് ചെന്നിത്തലിൻ്റെ ബന്ധുവാണോ? രമേശ് ചെന്നിത്തലിൻ്റെ ബന്ധുവും എൻ്റെ ബന്ധും കൂടി ഒരാളാവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഉണ്ടായിക്കൂടാതില്ല. അതുപോലെ തന്നെ പിന്നെ അബ്ദുറബിൻ്റെ ബന്ധു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രിമാരുടെ ബന്ധുവൊക്കെ ഉണ്ടായേക്കാം. ഞാൻ ഈ സാഹചര്യം വന്നപ്പോൾ വളരെ വിശദമായി ഒന്ന് പരിശോധിച്ചു. കഷ്ടകാലത്തിന് ഇനി എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി. ഞാൻ പറയാം, എൻ്റെ ഒരു പവിത്രത കൊണ്ട് വന്നല്ല, പറ്റാമായിരുന്നു ചിലപ്പോൾ. കാരണം അവരാരും സർക്കാർ ജോലിക്ക് വരുന്നവരല്ല. ചാൻസ് കിട്ടിയാൽ പുറത്തു പോവുകയോ വല്ല കച്ചവടം ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ടായിരുന്നു. ബന്ധുക്കളില്ല, ഇല്ലാത്തുണ്ടാക്കാൻ ബന്ധുക്കൾക്ക് പിന്നാലെ നാട്ടുകാർക്ക് ജോലി കൊടുക്കുന്ന ഏർപ്പാടുകളും തുടങ്ങിയിട്ടുണ്ടത്രേ. അതൊരു ഇടവേള കഴിഞ്ഞ്. സതീശൻ്റെയും ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ അടുത്ത ആളുകളായിട്ടുള്ളവർ അവിടെയുണ്ട്.